കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വലിയൊരു അപകടമാണ്. ഒരു പ്ലെയിൻ അപകടത്തിൽപ്പെട്ട് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. തുടർന്ന് ഇത് വലിയ വാർത്തയായി ടിവിയിലെല്ലാം വരുന്നുണ്ട്. വളരെ ദാരുണമായ ഈ അപകടത്തിൽ ആ പ്ലെയിനിൽ സഞ്ചരിച്ചിരുന്ന എല്ലാവരും മരിച്ചതായാണ് റിപ്പോർട്ട്, ഒരേ ഒരു പെൺകുട്ടി ഒഴിച്ച്. ഇത്രയും പേർ മരണപ്പെട്ട ആ ഒരു അപകടത്തിൽ ഈ പെൺകുട്ടി മാത്രം എങ്ങനെ സർവൈവ് ചെയ്തു എന്നത് വലിയൊരു അത്ഭുതമായിട്ടാണ് ന്യൂസിൽ പറയുന്നത്. കൂടാതെ ഈ ഒരു പ്ലെയിൻ അപകടത്തിന്റെ യഥാർത്ഥ കാരണങ്ങളും ആർക്കും അറിയില്ല. അങ്ങനെ ഈ ഒരു ന്യൂസിന് ശേഷം നമ്മൾ കാണുന്നത് ഒരു പെൺകുട്ടിയാണ്. അവൾ പ്ലെയിൻ യാത്രക്കിടയിൽ ഒരു പയ്യനോട് സംസാരിച്ചിരുന്നത് ഓർക്കുന്നു. അങ്ങനെ അവൾ അവിടെ നിൽക്കുന്ന സമയം വളരെ വിചിത്രമായ ഒരു മാസ്ക് ധരിച്ച മനുഷ്യൻ ഈ പെൺകുട്ടിയുടെ അടുത്തെത്തുകയും അവൾക്ക് ഗ്ലാസ്സിൽ ഒരു കാര്യം കുടിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നു. ആ കുടിക്കാൻ കൊടുത്തിരിക്കുന്ന പാനീയം കണ്ടാൽ തിളച്ചു മറിയുന്ന രക്തം പോലെയാണ് ഉള്ളത്. അങ്ങനെ പിന്നീട് നമ്മൾ രണ്ട് പയ്യന്മാരെയാണ് കാണുന്നത്. അവരിങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് റോഡ് സൈഡിൽ നിൽക്കുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് ഒരു സ്കൂൾ ബസ് വരുന്നു. ആ സ്കൂൾ ബസ്സിൽ ഈ രണ്ട് പയ്യന്മാരിൽ ഒരു പയ്യൻ കയറുന്നു. അവന്റെ പേര് ഷാൻ എന്നാണ്. സ്കൂൾ ബസ്സിൽ കയറിയ ഷാൻ പെട്ടെന്ന് വല്ലാണ്ടാവുന്നു. കാരണം ആ ബസ്സിനകത്ത് ഇരിക്കുന്നത് മുഴുവൻ പെൺപിള്ളേരാണ്. ഇവൻ ഒറ്റ ഒരുത്തനാണ് ആണായിട്ടുള്ളത്. അവൻ പതിയെ ബസ്സിനകത്തേക്ക് നടക്കുന്നു. ബസ്സിനകത്തിരിക്കുന്ന പെൺകുട്ടികളെല്ലാം ഇവനെ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. ഒരു പെൺകുട്ടി അവളുടെ കാല് നീട്ടി വെക്കുമ്പോൾ അതിൽ തട്ടി ഷാൻ നേരെ ചെന്ന് വീഴുന്നത് മറ്റൊരു പെൺകുട്ടിയുടെ ദേഹത്താണ്. അവൻ ഇപ്പോൾ തനിക്ക് അടി വീഴുമെന്ന് പേടിച്ച് നിൽക്കുന്ന സമയം ഈ പെൺകുട്ടികളെല്ലാം അവനെ വളരെ ആക്രാന്തത്തോടെ നോക്കുന്നു. ശേഷം അവനെ താഴേക്ക് തള്ളിയിട്ട് അവന്റെ ദേഹത്തേക്ക് ചാടി വീഴുകയാണ്. അങ്ങനെ സ്കൂളിൽ ഈ ബസ് എത്തുന്ന സമയം ഷാൻ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവന്റെ ഡ്രസ്സെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കാണ്. അവൻ ഒരുവിധം അതെല്ലാം നേരെയിട്ട് അകത്തേക്ക് പോകുന്നു. അവൻ കയറി ചെല്ലുന്ന മുറിയിൽ നിറയെ പെൺകുട്ടികളെ കണ്ട് അവൻ വീണ്ടും ഞെട്ടാണ്. അയ്യോ സോറി എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഇത് പെൺകുട്ടികളല്ല, മാനിക്കിൻസ് ആണെന്ന് മനസ്സിലാവുന്നത്. അവൻ ഒരു നെടുവീർപ്പോടെ അതിലൂടെ നടക്കുന്ന സമയം ആ ഒരു പ്രതിമയിൽ ഒരെണ്ണം ചെറുതായി അനങ്ങുന്നുണ്ട്. അത് അവൻ ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും അവൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ എത്തുന്ന മുറി പെൺകുട്ടികൾ വസ്ത്രം മാറാൻ ഉപയോഗിക്കുന്ന മുറിയാണ്. ഇത്തവണ അവൻ ശരിക്കും ചമ്മിപ്പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പയ്യൻ തങ്ങൾ വസ്ത്രം മാറുന്നത് കണ്ടതിന്റെ ചമ്മലൊന്നും അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾക്കില്ല. അവളുമാര് അവനെ കമന്റ് അടിക്കുകയാണ്, ഇവൻ നല്ല ക്യൂട്ടാണല്ലോ എന്ന് പറഞ്ഞു. ആ സമയം അങ്ങോട്ടേക്ക് ഈ പെൺകുട്ടികളുടെ ടീം ലീഡറായ ക്വീൻ എത്തുന്നു. ക്വീൻ അതിസുന്ദരിയാണ്. അവളെ കണ്ടപാടെ അവളെ ഷാനും വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോ നിങ്ങൾ ഓർക്കില്ലേ, എന്താ ഇത് പെൺപിള്ളേർ മാത്രം പഠിക്കുന്ന സ്കൂളാണോ, ഇവിടെ ഇവൻ ഒരുത്തൻ മാത്രമേ പയ്യനായുള്ളൂ എന്നെല്ലാം. അങ്ങനെയല്ല, ഈ സ്കൂളിൽ മോഡൽ ടീം എന്നൊരു ടീമുണ്ട്. ആ ടീമിലേക്ക് ആദ്യമായി ജോയിൻ ചെയ്യുന്ന പയ്യനാണ് ഷാൻ. ബാക്കി ഈ കാണുന്ന പെൺകുട്ടികളെല്ലാം ആ ടീമിലെ മെമ്പേഴ്സ് ആണ്. ഈ ഒരു ടീമിലെ ആളുകൾ മാത്രമുള്ള വണ്ടിയിലേക്കാണ് ഷാൻ മുന്നേ വന്ന് കയറിയത്. കൂടാതെ ഈ ഒരു ടീമുള്ള റൂം തപ്പി നടക്കുന്നതിന്റെ ഇടയിലാണ് ഷാൻ മുന്നേ പെൺകുട്ടികൾ മാത്രമുള്ള റൂമിൽ വന്ന് കയറിയത്. അങ്ങനെ ഈ ഒരു ടീമിലേക്ക് ആദ്യമായി എത്തുന്ന ആൺതരിയായ ഷാനിനെ ഈ ടീമിന്റെ ടീം ലീഡറായ ക്വീൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് അവരവരുടെ എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്വീനിനെ എക്സസൈസ് ഒക്കെ ചെയ്യാനായി ഷാൻ അസിസ്റ്റ് ചെയ്യുന്നു. ഈ സമയം ഷാനിന്റെ കൂട്ടുകാരനായ ലു ആ വഴി പോകുന്നത് കാണുന്ന ക്വീൻ ഉടനെ തന്നെ അവനോട് സംസാരിക്കാനായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ക്വീൻ പോയതിൽ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഷാൻ. ഈ സമയം മറ്റൊരു പെൺകുട്ടി ഷാനിനോട് തന്നെ വന്ന് സഹായിക്കാനായി ആവശ്യപ്പെടുന്നു. അന്ന് രാത്രി ഈ ഒരു ടീമിലെ ഒരു പെൺകുട്ടിയെ അവൾ സ്കൂളിൽ നിന്ന് പോകുന്നതിന് മുന്നേ മാസ്ക് ധരിച്ച ഒരു രൂപം ആക്രമിക്കുന്നത് കാണിക്കുന്നു. ഇവിടെ ഈ പെൺകുട്ടി ആക്രമിക്കപ്പെടുന്ന ഇതേ സമയം ഉറങ്ങുകയായിരുന്ന ഷാനിനും എന്തോ ഒരു അപകടം നടക്കുന്നതിന്റെ ഫീൽ ഉണ്ടാവുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. അടുത്ത ദിവസം അവൻ സ്കൂളിൽ ലുവിന്റെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഫറ്റീരിയയിൽ. ആ സമയത്താണ് മോഡൽ ടീമിലെ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ട് മരണപ്പെട്ട കാര്യം അവൻ അറിയുന്നത് തന്നെ. അപ്പോൾ അവന് ഇന്നലെ ഉറക്കത്തിന്റെ ഇടയിൽ ഉണ്ടായ ആ ഒരു വിചിത്രമായ ഫീൽ വീണ്ടും ഓർമ്മ വരുന്നു. അവൻ പിന്നീട് ഈ പെൺകുട്ടിയുടെ മരണത്തെ പറ്റി ടീം ലീഡറായ ക്വിനോട് സംസാരിക്കാനായി ചെല്ലുമ്പോൾ ക്വിൻ അത് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം കാണിക്കാതെ ഷാനിനോട് ലൂവിനെ പറ്റി സംസാരിക്കുകയാണ്. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ലു, ലൂവിനോടും നമ്മുടെ ടീമിൽ വന്ന് ജോയിൻ ചെയ്യാനായി ആവശ്യപ്പെടണമെന്ന് ക്വീൻ പറയുമ്പോൾ പിന്നീട് ഷാൻ ലൂവിനെ ചെന്ന് കണ്ട് ടീമിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുന്നു. അത് കേൾക്കുന്ന ലു ഷാനിന് വേണ്ടി മാത്രം ടീമിൽ തനിക്ക് താല്പര്യമില്ലെങ്കിലും ജോയിൻ ചെയ്യാമെന്ന് പറയാണ്. കാരണം ലു ഒരു സ്വർഗാനുരാഗിയാണ്. അവന് ഷാനിനോട് ഒരു പ്രത്യേക ഇഷ്ടവുമാണ് ഉള്ളത്. അങ്ങനെ പിന്നീട് ഷാൻ ഉൾപ്പെടുന്ന ഈ മോഡൽ ടീമിന്റെ റാംബോ പ്രാക്ടീസ് നടക്കുകയാണ്. ആ സമയം ക്വീൻ ഷാനിനോട് ലു വരുന്നതിനെ പറ്റി തിരക്കുമ്പോൾ അവൻ ഉറപ്പായും വരുമെന്ന് എന്നോട് പറഞ്ഞതെന്ന് ഷാൻ പറയുന്നു. പക്ഷെ ആ സമയത്ത് ലൂവിന്റെ ഒരു മെസ്സേജ് ഷാനിന് ലഭിക്കുകയാണ്. താൻ തന്റെ മനസ്സ് മാറ്റിയെന്നും ടീമിൽ ജോയിൻ ചെയ്യുന്നില്ല എന്നുമാണ് മെസ്സേജിലുള്ളത്. അത് വായിച്ചപാടെ ഷാൻ ആകെ സങ്കടത്തിലാവുന്നു. ക്വീനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാൻ പറ്റുന്നില്ലല്ലോ. അവൻ നേരെ ലൂവിനെ ചെന്ന് കണ്ട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സ് മാറിയതെന്ന് തിരക്കുമ്പോൾ മോഡൽ ടീമിന്റെ ലീഡർ ക്വീൻ ആണെന്ന കാര്യം താൻ ഇപ്പോഴാണ് അറിഞ്ഞതെന്നും അവളും താനും തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് ഒരിക്കലും പോകാൻ സാധിക്കില്ല, അതുകൊണ്ട് ചേരണ്ട എന്ന് കരുതിയെന്നും ലൂ പറയുന്നു. ഇത് കേൾക്കുന്ന ഷാൻ എന്താണ് ഇവർക്കിടയിലുള്ള പ്രശ്നമെന്നറിയാനായി ക്വീനെ കാണാനായി ചെല്ലുന്നു. ആ സമയം അവൾ ഒരു ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് ശ്രദ്ധിക്കുന്ന ഷാൻ ഈ ഫോട്ടോയിലുള്ളത് നിങ്ങളും ലൂവുമാണോ എന്ന് തിരക്കുമ്പോൾ ക്വിൻ പറയുന്നത് അല്ല, ഈ ഫോട്ടോ
ഫോട്ടോയിലുള്ളത് ഞാനും ലൂവിന്റെ സഹോദരനുമാണെന്നാണ്. ആ സമയം ക്വീൻ ഒരു കാര്യം പറയാണ്. നമ്മള് കഥയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു പ്ലെയിൻ ആക്സിഡന്റ് ഇല്ലേ, ആ ആക്സിഡന്റിൽ സർവൈവ് ചെയ്ത ഒരേ ഒരു പെൺകുട്ടി ഈ ക്വീൻ ആണ്. ആ പ്ലെയിനിൽ ഈ മോഡൽ ടീം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ആ ആക്സിഡന്റിൽ ഈ ടീമിലുള്ള എല്ലാ പയ്യന്മാരും മരണപ്പെട്ടു. ക്വീൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. അതിനുശേഷം മോഡൽ ടീമിൽ പയ്യന്മാരുണ്ടെങ്കിൽ അവര് വാടില്ല എന്നൊരു വിശ്വാസം പടരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പയ്യന്മാരും മോഡൽ ടീമിൽ വന്ന് ജോയിൻ ചെയ്യാതായി. അങ്ങനെ അതിനുശേഷം ഷാനാണ് ആദ്യമായി വന്ന് ജോയിൻ ചെയ്യുന്നത് എന്നിങ്ങനെ ക്വിൻ പറയുമ്പോൾ ഷാൻ ക്വിന്നിനോട് ഞാൻ എന്തായാലും ടീം വിട്ടു പോവില്ല എന്ന് പറഞ്ഞ് അവൻ ക്വിന്നുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ അവനോട് താല്പര്യം കാണിക്കാതെ ലൂവിനെ എങ്ങനെയും ടീമിൽ കൊണ്ടുവരാൻ നോക്ക്. ആ ഒരു അപകടത്തിൽ ലൂവിന്റെ ചേട്ടനും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ലൂവിന്റെ ചേട്ടനും മോഡൽ ടീമിലെ ഒരു മെമ്പർ ആയിരുന്നു. എന്തായാലും ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് ലൂ ഈ ടീമിൽ ചേരാൻ താല്പര്യം കാണിക്കാത്തതെന്ന് പറയുന്നു. ക്വീൻ ഇങ്ങനെ തൊടുന്നതിനും പിടിക്കുന്നതിനും ലൂ 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 എന്ന് പറയുന്നത് കേൾക്കുന്ന ഷാൻ ഇഷ്ടപ്പെടുന്നില്ല. ലൂവിനെ ടീമിലേക്ക് കൊണ്ടുവരാനായി തന്നെ ഒരു കരുവായി കാണുകയാണ് ക്വീൻ എന്ന കാര്യം ഷാനിന് മനസ്സിലാവുന്നു. എന്തായാലും ക്വീനോട് സംസാരിച്ച ശേഷം ഷാൻ വെളിയിലേക്ക് വരുമ്പോൾ അവനെ കാത്ത് അവിടെ ലൂ നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം മോഡൽ ടീമിന്റെ അടുത്തേക്ക് എത്തുന്ന ഷാൻ അവർക്കൊരു സർപ്രൈസ് നൽകുന്നു. അത് മറ്റൊന്നുമല്ല, ലൂ ഈ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നതാണ്. അങ്ങനെ ലൂവിനെ കണ്ടപാടെ പെൺകുട്ടികളെല്ലാം അവനെ വളയുന്നു. ഇത് കാണുന്ന ക്വീൻ പെൺകുട്ടികളോട് ഡിസിപ്ലിൻ പാലിക്കാനായി പറയാണ്. കൂടാതെ ലൂവിനെ പ്രാക്ടീസ് ചെയ്യിക്കാനും തുടങ്ങുന്നു. സ്റ്റേജിൽ റാമ്പ് വാക്ക് ലൂവിനെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കുമ്പോൾ അവൻ മര്യാദയ്ക്ക് ചെയ്യുന്നേയില്ല. നടക്കുന്നതൊക്കെ കണ്ടാൽ വളരെ കോമഡി ആയിട്ടുണ്ട്. കൂടാതെ സ്റ്റേജിൽ അവൻ വീഴുകയും ചെയ്യുന്നു. ഇതും കൂടി ആയപ്പോൾ ക്വീൻ അവനെ മാറ്റി നിർത്തി അവന് തനിയെ പ്രാക്ടീസ് കൊടുക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം ഷാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഷാൻ പിന്നീട് അവന്റെ ഒരു സുഹൃത്തിനോട് താൻ ലൂവിനെ ടീമിൽ ചേർത്തതിനു ശേഷം ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ലെന്നും എല്ലാരും അവന്റെ പുറകിനാണെന്നും കംപ്ലൈന്റ് പറയുന്നു. ഇതേ സമയം ഈ ഒരു സ്കൂളിലെ പയ്യൻ ലൈബ്രറിയിൽ ബുക്ക് തപ്പി നടക്കാണ്. ലൈബ്രറിയിലെ നിശബ്ദതയിൽ അവന്റെ തൊട്ടടുത്ത് നിന്ന് ആരോ ശ്വാസം വിടുന്ന പോലെ ഒരു ഫീൽ അവനുണ്ടാവുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പക്ഷെ പെട്ടെന്നായിരുന്നു ഒരു രൂപം അവനെ ആക്രമിക്കാനായി എത്തുന്നത്. അവൻ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ഇങ്ങോട്ടേക്ക് ഷാൻ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരനും ഓടിയെത്തുമ്പോഴേക്കും ആ രൂപം അവിടെ നിന്ന് ഒരു കാറ്റ് പോലെ മറയുന്നു. ഇതേ സമയം ഈ ലൈബ്രറിയിലേക്ക് എത്തുന്ന ഷാനും കൂട്ടുകാരനും കാണുന്നത് ബോധരഹിതനായി കൂട്ടുകാരനെയും മറ്റൊരു സ്ഥലത്ത് ബോധം കെട്ട് കിടക്കുന്ന ക്വീനെയും ആണ്. കൂട്ടുകാരൻ മറ്റേ പയ്യനെയും ഷാൻ ക്വീനെയും എടുക്കുന്നു. ക്വീനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഷാൻ പോകുന്നുണ്ടെങ്കിലും അവൾക്ക് നല്ല ഭാരമായതുകൊണ്ട് തന്നെ അവസാനം ഒരു ട്രോളിയിൽ ഇരുത്തി തള്ളിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. ശേഷം ഷാനും കൂട്ടുകാരനും സംസാരിക്കുകയാണ്. മുന്നേ ഇവരുടെ സ്കൂളിലെ മോഡൽ ടീമിൽ ഒരു പെൺകുട്ടി മരണപ്പെട്ടില്ലേ, ആ പെൺകുട്ടിയുടെ മൃതദേഹത്തിൽ കടിയേറ്റ പാടുണ്ടായിരുന്നു. ആ കടിയേറ്റ പാട് കണ്ടാൽ തന്നെ അത് മനുഷ്യനോ മൃഗമോ കടിച്ചതുപോലെ അല്ലേ ഉള്ളത്, ഒരു വാമ്പയർ കടിച്ചതുപോലെയാണ് ഉള്ളതെന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ ഷാൻ അത് വിശ്വസിക്കുന്നേ ഇല്ല. ഓ പിന്നെ വാമ്പയർ ഉള്ള വല്ലതും പറ, വാമ്പയേഴ്സ് ഒന്നും ഈ ലോകത്തില്ലാത്ത കാര്യങ്ങളാണെന്ന് ഷാൻ അവിശ്വാസത്തോടെ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ക്വീനെയാണ്. അവൾക്ക് ബോധം വരുമ്പോൾ അവൾ അവളുടെ ബെഡിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ആ സമയം അവളുടെ കയ്യിൽ ഒരു മോതിരം കിടപ്പുണ്ട്. അവൾ ആ മോതിരം പതിയെ ഊരി വെച്ചിട്ട് അപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന മുന്നേ ആക്രമിക്കപ്പെട്ട ആ പയ്യന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അവളുടെ രൂപം സുന്ദരിയായ ക്വീനിൽ നിന്ന് ഒരു വൃദ്ധയുടെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന അപ്പുറത്തെ ബെഡിലെ പയ്യൻ വല്ലാതെ ഭയപ്പെടുന്നു. അവന്റെ ബോധം പോകുന്നു. അടുത്ത ദിവസം തന്നെ അവൻ അവന്റെ കൂട്ടുകാർ കാണാൻ എത്തുമ്പോൾ കണ്ട കാര്യം പറയുന്നു. പക്ഷെ അപ്പോൾ അവിടെ നിൽക്കുന്ന ക്വീനിനെ നോക്കുന്ന ആ പയ്യന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇവളെ ഇന്നലെ ഈ രൂപത്തിലല്ലല്ലോ കണ്ടത്. അപ്പോൾ തനിക്ക് തോന്നിയതെല്ലാം ഒരു ദുസ്വപ്നമായിരിക്കുമോ എന്ന് അവൻ കരുതുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ക്വീനിന്റെ ദേഹത്ത് നിന്ന് മാറ്റിയ അവൾ ധരിച്ചിരുന്ന വസ്ത്രമെല്ലാം നേഴ്സ് ഷാനിന് കൊടുക്കുന്നു. ഷാൻ ആ വസ്ത്രം കൊണ്ട് പോകുന്ന സമയം അതിൽ നിന്ന് ഒരു മോതിരം താഴെ വീഴുന്നു. അത് ക്വീനിന്റെ കയ്യിൽ കിടക്കാറുണ്ടായിരുന്ന ആ മോതിരമാണ്. അവൻ ആ ഡ്രസ്സും മോതിരവും കൊണ്ട് അവന്റെ റൂമിലേക്ക് നടക്കുന്ന സമയം ഒരു വിചിത്ര രൂപം ഇവന്റെ അടുത്തേക്ക് എത്തുന്നതായും ആ മോതിരം ചോദിക്കുന്നതായും ഇവന് തോന്നുന്നു. ഇവൻ മുറി തുറന്ന് അകത്ത് കയറാൻ നോക്കുമ്പോൾ അതിന് സാധിക്കുന്നില്ല. ആ രൂപം ഇവനെ ആക്രമിക്കുന്നു. പെട്ടെന്നാണ് ഷാൻ അവന്റെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത്. ആ രൂപത്തെ താൻ സ്വപ്നത്തിലാണ് കണ്ടത്. താൻ ആക്രമിക്കപ്പെട്ടിട്ടില്ല, സേഫ് ആയിട്ടാണ് ഉള്ളതെന്ന് ഷാനിന് മനസ്സിലാവുന്നു. പക്ഷെ അവന്റെ ഉള്ളിൽ എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട്. അവന്റെ ബെഡിന്റെ സൈഡിലെ ടേബിളിൽ ക്വീനിന്റെ ഡ്രസ്സും ഇരിപ്പുണ്ട്. അവൻ ഉടനെ തന്നെ എഴുന്നേറ്റ് നെറ്റിൽ എന്തൊക്കെയോ റിസർച്ച് ചെയ്യുന്നു. ഇതേ സമയം റൂമിന്റെ വെളിയിൽ ക്വീൻ ഷാനിനെ കാണാനായി വന്ന് നിൽപ്പുണ്ടായിരുന്നു. അവൾ അവളുടെ ഡ്രസ്സ് തിരികെ ചോദിക്കുന്നു. ഇതേ സമയം മുന്നേ സ്വപ്നത്തിൽ ഈ ഒരു സ്ഥലത്ത് വെച്ചാണല്ലോ ഷാനിനെ ആക്രമിക്കാനായി ഷാന്റെ കയ്യിൽ നിന്ന് മോതിരം മേടിക്കാൻ വന്ന ആ രൂപം ഷാനിനെ ആക്രമിച്ചത്. ആ സമയം സ്വപ്നത്തിൽ മോതിരം അവന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വീണിട്ടുണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് തന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ മോതിരം തറയിൽ കിടക്കുന്നു. അപ്പോൾ മുന്നത്തേത് ഒരു സ്വപ്നമായിരുന്നു എന്ന സംശയം അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. ക്വീനെ പറ്റി പല പല സംശയങ്ങൾ തോന്നുന്ന അവൻ അവളുടെ സാധനങ്ങൾ ഇരിക്കുന്ന മുറിയിൽ അവൾ അറിയാതെ പരിശോധന നടത്തുമ്പോൾ അവൻ സ്വപ്നത്തിൽ കണ്ട
ആ ഒരു രൂപത്തിന്റെ മുഖത്തോട് സാമ്യതയുള്ള ഒരു മാസ്ക് അവളുടെ മുറിയിൽ നിന്ന് അവന് ലഭിക്കുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുന്ന അവന് ഇവളാണ് ഈ ഒരു സ്കൂളിലെ കുട്ടികളെ കൊലപ്പെടുത്തുന്ന വാമ്പയർ എന്ന് മനസ്സിലാവുന്നു. ഷാൻ നേരെ ക്വീനെ കാണാനായി ചെല്ലുന്നു. നീ ഒരു വാമ്പയർ ആണെന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ആദ്യം തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ നിന്നെ പേടിക്കാൻ തുടങ്ങി. പക്ഷെ ആ പേടിയേക്കാളേറെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ വേണമെങ്കിൽ എന്റെ രക്തം കുടിച്ചോളൂ എന്ന് പറഞ്ഞ് ഷാൻ നിൽക്കുമ്പോൾ ക്വീൻ നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ സമയം ക്വീനെ ആക്രമിക്കാനായി ലൂ എത്തുകയാണ്. ലൂവും ക്വീനെ പോലെ തന്നെ ഒരു വാമ്പയർ ആണ്. പക്ഷെ അവൻ മനുഷ്യരക്തം കുടിക്കാറേയില്ല. അങ്ങനെ ലൂ ഷാനിനെ ആക്രമിക്കാൻ ശ്രമിച്ച ക്വീനെ തിരിച്ചാക്രമിക്കുമ്പോൾ ഷാൻ ക്വീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഞാനാണ് അവളോട് എന്റെ രക്തം കുടിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞ്. പക്ഷെ ലൂ അതിന് സമ്മതിക്കുന്നില്ല. ഈ സമയം ക്വീൻ ലൂ താനുമായി ഒന്നു ചേർന്നാൽ താൻ ഇവിടം വിട്ട് പോകാൻ തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഷാൻ മുന്നത്തെ പോലെ തന്നെ അവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സ്കൂൾ ബസ്സിൽ കയറുന്നതാണ്. ആ സമയം ആ ബസ്സിൽ മോഡൽ ടീമിലെ പെൺകുട്ടികൾ എല്ലാവരുമാണുള്ളത്. ഇത്തവണ ഷാൻ വളരെ കോൺഫിഡന്റ് ആയി ആ ബസ്സിൽ വന്ന് കയറുമ്പോൾ ബസ്സിനകത്തിരിക്കുന്ന പെൺകുട്ടികളെല്ലാം അവനെ ടീം ലീഡറായി കൈകൊട്ടി സ്വാഗതം ചെയ്യുന്നു. ഇതേസമയം മനുഷ്യർക്ക് തങ്ങളെ കൊണ്ട് ശല്യം ഉണ്ടാവാതിരിക്കാനായി വാമ്പയേഴ്സ് ആയ ലൂവും ക്വീനും മറ്റൊരിടത്തേക്ക് യാത്ര നടത്തുന്നതും കാണിക്കുന്നു. അങ്ങനെ അതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ